KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും മുരളീധരൻ എത്തുമോ? സൂചനകൾ അങ്ങനെയാണ്. ആന്റോ ആന്റണിയെയോ സണ്ണി ജോസഫിനെയോ മറ്റു നേതാക്കൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ KPCC അധ്യക്ഷ പദവി വീണ്ടും കെ മുരളീധരനിലേക്ക് എത്താൻ സാധ്യതയേറിയിരിക്കുകയാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ KPCCക്ക് ശക്തമായ നേതൃത്വം ആവശ്യമാണെന്ന വിലയിരുത്തലുണ്ട്. കെ സുധാകരൻ ഉടക്കി നിൽക്കുകയാണെങ്കിലും നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. സംസ്ഥാന അധ്യക്ഷ പദവി നഷ്ടമാകുന്ന സുധാകരനെ പ്രവർത്തക സമിതിയിലേക്ക് ഉയർത്തും. നേതൃത്വത്തിൽ നിന്ന് സുധാകരനെ മാറ്റേണ്ടതില്ലെന്നാണ് കെ മുരളീധരന്റെ പരസ്യ നിലപാട്. ഇപ്പോൾ ഒരു മാറ്റം നല്ലതല്ല എന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സുധാകരന് പകരം വയ്ക്കാവുന്ന കരുത്തനായ നേതാവെന്ന നിലയിൽ മുരളീധരന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടാൽ അദ്ദേഹം വഴങ്ങിയേക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചേ തീരുവെന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനും സ്വീകാര്യനാണെന്നത് മുരളീധരന് അനുകൂല ഘടകമാണ്. ഉമ്മൻചാണ്ടി അന്തരിക്കുകയും AK ആന്റണി സജീവ നേതൃത്വത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്ത ശേഷം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മുൻനിര നേതാക്കളില്ലാത്തത് പോരായ്മയാണെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. എന്നാൽ കരുത്തനായ മുരളീധരനെ അധ്യക്ഷ പദവി ഏൽപ്പിച്ച മറ്റൊരു താക്കോൽ സ്ഥാനം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിന് കൊടുക്കാനാണ് ആലോചന. അധ്യക്ഷ പദവിയിലേക്ക് അടൂർ പ്രകാശും പരിഗണനയിലുണ്ട്.